ഇന്നലെ കാണിച്ച ബ്ലൗസിന്റെ സ്കേർട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12 പാനൽക്കെട്ടിൽ വരുന്നതാണ്. ഇതിന്റെ മെറ്റീരിയൽ ബ്രൊക്കേഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ബ്രൊക്കേഡ് ആണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവർ പറയൂ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ഷോളിന്റെ അവിടെ വലിയൊരു തിളക്കം തോന്നാത്തത് കൊണ്ട് അതൊന്ന് തിളങ്ങട്ടെ എന്ന് വിചാരിച്ച് സീക്വൻസിന്റെ സ്കാലപ്പ് പോലെ ആ ചെയ്തേക്കുന്നതിന്റെ പുറമേ കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടവിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാവാട റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഹെവി ആയിട്ടുള്ള പാവാടയാണ്. അവൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്റ്റിഫ്നെറ്റ് നല്ല കട്ടിക്ക് വടിപോലെ നിൽക്കുന്ന സ്റ്റിഫ്നെറ്റ് കേട്ടോ. അതാണ് ഇങ്ങനെ ബുമ്മ് കണക്ക് നിൽക്കുന്നത്. ഈ നാൻസി ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ താഴെ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലോ. ഒരു ഫ്രോക്ക് പോലെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും ബുമ്മ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഈ സ്റ്റിഫ്നെറ്റ് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കാം. സ്റ്റിഫ്നെറ്റ് അതിനിടയിൽ പിന്നെ വേറൊരു സാറ്റിന്റെ ലൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റിഫ്നെറ്റ് ഒഴിവാക്കിയിട്ടാണ് അവളത് ഇട്ടിരുന്നത്. പിന്നെ നമ്മുടെ ഷോളിൽ ചെയ്തിരിക്കുന്ന വർക്ക് ഇതാട്ടോ. അത് വർക്കില്ലാത്ത വശം, ഇത് വർക്കുള്ള വശം. വർക്കുള്ള വശമാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. പക്ഷെ ഇതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയായിരുന്നു. ആ ഷോൾ അത്ര ഡൾ ആയതുകൊണ്ട് അവരൊരു ഗ്രീൻ ഷോൾ ഇട്ടാണ്